പത്തനംതിട്ടയിൽ ഇത്തവണ പോളിംഗിൽ വൻ കുറവുണ്ടായെങ്കിലും വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ജനവിരുദ്ധ വികാരം അനിൽ ആന്റണിക്ക് അനുകൂലമായി മാറുമെന്നാണ് എൻഡിഎയുടെ കണക്കുകൂട്ടൽ. പത്തനംതിട്ടയിൽ ഇത്തവണ പോളിംഗ് 64% കടന്നില്ല. 2019 പോളിംഗ് 74.24%, 10% ഇടിവ്. എല്ലായ്പ്പോഴും UDFിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. പോളിംഗിലെ കുറവ് UDFിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും മണ്ഡലത്തിൽ ഇടതിനും വലിയ തിരിച്ചടിയുണ്ടാക്കിയിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അനുമാനിക്കുന്നു. ഇടത് അനുകൂലികൾ പോലും നിഷേധ വോട്ട് ചെയ്തും വോട്ട് രേഖപ്പെടുത്താതിരുന്നും സംസ്ഥാന സർക്കാരിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്. LDFിലും UDFിലും വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങൾ മാറി ചിന്തിച്ചിട്ടുണ്ടെന്നും ഇരു മുന്നണികളിൽ നിന്നും വലിയ വോട്ട് ചോർച്ച NDAയിലേക്ക് ഉണ്ടാകുമെന്നും NDA ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. വിജയമുറപ്പെന്നായിരുന്നു അനിൽ കെ ആന്റണിയുടെ പ്രതികരണം. ഇതെല്ലാം കഴിഞ്ഞ് നല്ല തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടന്ന് കഴിഞ്ഞ് ഞാൻ അടൂർ മുതൽ കാഞ്ഞിരപ്പള്ളി വരെയുള്ള നിരവധി നൂറിലധികം ബൂത്തുകൾ നേരിട്ട് സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചു. നല്ല ട്രെൻഡെല്ലാം കാണുന്നത് ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ്. UDF ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായതെന്ന് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രതികരണം. കഴിഞ്ഞ 2019 അപേക്ഷിച്ച് 10% കുറവ്. അപ്പം അതെല്ലാം UDF ശക്തി കേന്ദ്രങ്ങളിലാണ് വന്നിരിക്കുന്നത്, BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ. പോളിംഗ് കുറഞ്ഞത് UDFിനെ ബാധിക്കില്ലെന്നും ഇടതുപക്ഷക്കാർ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെന്നും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പ്രതികരിച്ചു. 2009-ലും 2014-ലും ഈ 65% ഉള്ളൂ. അന്നാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. ഈ വോട്ടിംഗ് ശതമാനം പത്തനംതിട്ട കൂടുന്ന കള്ളയോട്ടാണ്. ആ കള്ളയോട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ EP ജയരാജൻ BJPയുമായി CPM-ഉം BJPയുമായി ഡീൽ ഉറപ്പിച്ചു വന്ന വാർത്ത വന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഒരു ബൂത്തിലും ഇടതുപക്ഷക്കാരെ കണ്ടിട്ടില്ല. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ജനവിധിയുടെ അന്തിമ ഫലം അറിയുന്നതിനുള്ള കാത്തിരിപ്പിലാണ് മുന്നണികൾ. ജനം, പത്തനംതിട്ട.